പണ്ടൊരു കഥയുണ്ട്. ഒരു കമ്പനി ആഫ്രിക്കയിൽ ചെരുപ്പ് വ്യാപാരം നടത്തുന്നതിന് വേണ്ടിയിട്ട് അവരുടെ മാർക്കറ്റ് സ്റ്റാഫിനെ അങ്ങോട്ട് വിട്ടു. രണ്ടുപേരെ വിട്ടു. അതിൽ ഒരാൾ പറഞ്ഞു അവിടെ ആരും ചെരുപ്പ് ധരിക്കില്ല എന്ന്. പക്ഷേ അടുത്ത ആൾ പറഞ്ഞു ഇവിടെ ചെരുപ്പ് ആരും ധരിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ എല്ലാം ചെരുപ്പ് ധരിപ്പിക്കാൻ പഠിപ്പിക്കാം, അത് അപ്പോൾ നല്ല ബിസിനസ് സ്കോപ്പ് ഉണ്ട് എന്ന്. ആദ്യത്തെ ആൾ പറഞ്ഞത് ഇവിടെ ആരും ചെരുപ്പ് ധരിക്കുന്നില്ല, അതുകൊണ്ട് ഇവിടെ സ്കോപ്പ് ഇല്ല എന്നുള്ളതാണ്. അതൊരു പഴയ കഥയാണ്. എന്നാൽ ഇന്ന് പല ആളുകളും സാമ്പത്തികമായി ഉയർച്ച കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് ബിസിനസ്സുകളൊക്കെ സെറ്റിൽ ചെയ്യുന്നത് പ്രധാനമായിട്ടും ആഫ്രിക്കൻ റീജിയനുകളിലാണ്. സൗദി അതുപോലെ തന്നെ GCC രാജ്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ഒപ്റ്റിമൽ ലെവലിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ബിസിനസ്സുകാർ കൂടുതൽ റിട്ടേൺ ലഭിക്കുന്നത് ആഫ്രിക്കയിൽ നിന്നാണെന്നാണ് പറയുന്നത്. ആഫ്രിക്കയിൽ കാറിൻ്റെയും മൊബൈലിൻ്റെയും നിർമ്മാണം സ്വന്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒന്നാമത്തെ രാജ്യം ഈജിപ്താണ്. നസർ എന്ന ബ്രാൻഡിൽ കാർ നിർമ്മാണം ഈജിപ്ത് വർഷങ്ങൾക്ക് മുമ്പ് തുടക്കമിട്ടിട്ടുണ്ട്. അതുപോലെ നൈലെക്സ് എന്നുള്ള ബ്രാൻഡിൽ സ്മാർട്ട് ഫോണുകൾക്കും ഈജിപ്ത് തുടക്കം കുറിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് രണ്ടിലും സ്വയം പര്യാപ്തത കൈവരിച്ചൊരു ആഫ്രിക്കൻ രാജ്യമെന്ന് പറഞ്ഞത് നമുക്ക് ഈജിപ്തിനെ വിശേഷിപ്പിക്കാം. കാന്തൻഗ എന്ന ബ്രാൻഡിൽ കാർ നിർമ്മാണം ഘാനയും തുടങ്ങിയിട്ടുണ്ട്. സ്മാർട്ട് ഫോണിന്റെ സ്വന്തമായ നിർമ്മാണങ്ങളിലെങ്കിലും അസംബ്ലിംഗ് ഘാനയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എത്യോപ്യയും ഘാനയും അതുപോലെ നൈജീരിയയും ഒക്കെ തൊട്ട് പുറകിലായിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്ക സ്വന്തമായിട്ട് ബ്രാൻഡ് ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിലും BMW, VW, ടയോട്ട എന്നിവയുടെയൊക്കെ അസംബ്ലിങ് സൗത്ത് ആഫ്രിക്കയിൽ നടക്കുന്നുണ്ട്. പക്ഷേ സ്വന്തം ബ്രാൻഡിൽ ഒരു കാറ് എന്നുള്ള ഒരു സ്വപ്നം ആദ്യമായിട്ട് സാക്ഷാത്കരിച്ച ആഫ്രിക്ക രാജ്യം ഘാനയാണ്. ഈജിപ്ത് ഒന്നാം സ്ഥാനം വഹിക്കുന്നത് രണ്ടും കൂടെ സ്മാർട്ട് ഫോണും കാറും രണ്ടിലും സ്വയം പര്യാപ്തത കൈവരിച്ച രാജ്യമെന്നുള്ളതാണ്. പക്ഷെ ആദ്യമായിട്ട് കാറ് ബ്രാൻഡ് സ്വന്തമായിട്ട് നിർമ്മിച്ചത് ഘാനയാണ്. അതുപോലെ ഘാന മറ്റു ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കാറ് സ്വന്തമായിട്ട് ഓണർഷിപ്പുള്ള കാറുകൾ കയറ്റി അയക്കുന്നുണ്ട്. ഒരു വികസിത ആഫ്രിക്കൻ കൺട്രി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് സൗത്ത് ആഫ്രിക്ക, മൊറോക്കോ, ഈജിപ്ത് എന്നൊക്കെയാവും. പക്ഷേ പല ആഫ്രിക്കൻ രാജ്യങ്ങളും ഭാവിയിൽ ജോലിക്കൊക്കെ വേണ്ടിയിട്ടുള്ള നമ്മുടെയൊക്കെ ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്.